നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗത്തിൽ കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും ആരൊക്കെ സ്ഥാനാർത്ഥികളാകും, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടികളിൽ നിന്ന്, മുന്നണികളിൽ നിന്ന് ഏതൊക്കെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, കഥകൾ, അഭ്യൂഹങ്ങൾ എന്നിവയെല്ലാം അന്തരീക്ഷത്തിലുണ്ട്. ഇന്നിപ്പോൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കെ ശൈലജ എന്ന് പറയുന്ന CPIM-ന്റെ സ്റ്റാർ ലീഡർ പേരാവൂരിൽ പോയി മത്സരിക്കാൻ പോകുന്നു KPCC അധ്യക്ഷനെതിരെ എന്നതാണ്. ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയ്ക്ക് വിചാരിച്ച് പേരാവൂരിൽ സണ്ണി ജോസഫ് വിചാരിക്കുന്നു. അവിടെ കേന്ദ്രീകരിക്കാതെ സംസ്ഥാനമാകെ പറന്നു നടക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ കേന്ദ്രീകരിപ്പിക്കാൻ, ലോക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ കെ ശൈലജയെ കൊണ്ടുവരാൻ CPIM ആലോചിക്കുകയാണോ? MV നികേഷ് കുമാർ എന്ന മുൻ മാധ്യമ പ്രവർത്തകൻ തളിപ്പറമ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം ബേപ്പൂരിൽ വന്ന് മത്സരിക്കാൻ UDF-ന് വേണ്ടി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു PV അൻവർ എന്ന പഴയ ഇടതുപക്ഷ സഹയാത്രികൻ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വലിയ മുഖങ്ങൾ ഇറങ്ങുന്നു, ആരൊക്കെ മുൻനിരയിൽ നിൽക്കുന്നു, അങ്ങനെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൊണ്ട് ആരൊക്കെയാണ് സീൻ മാറ്റാൻ പോകുന്നത് എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഒപ്പം ഉയർന്നു കേൾക്കാൻ പോകുന്ന പ്രധാന മുദ്രാവാക്യം ഏതായിരിക്കും എന്ന ചോദ്യവും അവിടെയുണ്ട്. 2-3 ദിവസം മുമ്പ് വരെയൊക്കെ നമ്മൾ സജീവമായി കേട്ടിരുന്ന പല സംഗതികളും ഇന്നിപ്പോൾ കേൾക്കാനില്ല എന്നത് കാണാം. വളരെ ആക്റ്റീവായി പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കേന്ദ്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉന്നയിച്ച പാർട്ടികളൊക്കെ തന്നെയും പിൻവാങ്ങുന്ന കാഴ്ചയും കാണുന്നുണ്ട്. സത്യത്തിൽ ഇലക്ഷൻ്റെ ഒരു മുദ്രാവാക്യം എന്താണ്? മുഖങ്ങൾ ആരാണ്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ. എന്നോടൊപ്പം CPIM-ൽ നിന്ന് ശ്രീ PK ഗോപൻ, ഒപ്പം കോൺഗ്രസിൽ നിന്ന് വസന്ത് സിറിയക്ക്, A സജീവൻ മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ഉള്ളത് ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ PK ഗോപൻ, ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളാൽ സമ്പന്നമായിരിക്കുമോ അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക? അല്ല, അതിൽ തർക്കമില്ല. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെയും CPIM-നെയും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തെയും നയിക്കാൻ പ്രാപ്തിയുള്ള, കേരളീയ സമൂഹത്തിൻ്റെ പരിച്ഛേദമായ പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ കഴിയാവുന്ന, അന്താരാഷ്ട്ര തലത്തിലും മറ്റും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു അന്തർദേശീയ സമൂഹമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള തികച്ചും പര്യാപ്തമായ ഒരു നേതൃനിരയെ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPIM അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവതരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എന്നത്തെ കാലം പോലെ തന്നെ, മുമ്പ് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തവണയും അത്തരം ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതിൽ ഇടതുപക്ഷത്തിന് ഒരു നിയാമകമായ കാഴ്ചപ്പാടുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPIM-നെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി രംഗവും പാർലമെൻറ്റേതര രംഗവും ഒരുപോലെ പ്രധാനമാണ്. അതിൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റേതര പ്രവർത്തനത്തിനാണ്. കാരണം അത് ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും അധികാരത്തിൽ വരുന്നൊരു പാർട്ടിയല്ല. ശേഷിക്കനുസരിച്ച് ജനപ്രതിനിധികളെ മറ്റ് സ്റ്റേറ്റുകളിൽ അയക്കാനും പറ്റുന്നൊരു പാർട്ടിയല്ല. കാരണം അവിടെ ട്രേഡ് യൂണിയൻ ആയിരിക്കാം, വിദ്യാർത്ഥി മൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ യുവജന മഹിളാ മൂവ്മെൻറ്റുകളായിരിക്കാം, അതിലൊക്കെ ഉപരിയായിട്ട് കർഷക മൂവ്മെൻറ്റ്. ശ്രീ നിഷാദ് റാവുത്തർക്ക് കൃത്യമായി അറിയാവുന്നതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ബോംബെയിൽ നടന്ന കാർഷിക സമരം. 150 കിലോമീറ്റർ നീളത്തിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷ അല്ലെങ്കിൽ CPIM-വുമായിട്ട് ആഭിമുഖ്യമുള്ള കർഷകർ നടത്തിയ 150 കിലോമീറ്റർ നീളമുള്ള ചരിത്രപ്രസിദ്ധമായ മാർച്ച്. അതിലെല്ലാം കടന്നു വന്ന ആളുകളുടെ ഒരു പരിച്ഛേദമൊന്നും അവിടെ MLA ആയിട്ടോ MP ആയിട്ടോ ചിലപ്പോൾ വരില്ല. അപ്പോൾ അതൊരു പാർലമെൻറ്റേതര രംഗമെന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായൊരു നിലപാടാണ്. അതിൽ നമുക്കെവിടെയാണോ ജനപ്രതിനിധിയായിട്ട് അവസരം കിട്ടുന്നത്, ഭരണാധികാരികളായിട്ട് അവസരം കിട്ടുന്നത്, അവിടത്തേക്ക് അതത് സമയത്ത് പറ്റിയ ആളുകളെ നിശ്ചയിച്ചു കൊടുക്കും. അത് ദീർഘകാലമായി ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക, ദീർഘകാലമായി അധികാരം കൈയാളാൻ അവസരം കൊടുക്കുക, അതൊന്നും തന്നെ CPIM പ്രത്യേകിച്ച് ചെയ്യാറില്ല. വളരെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് ചിലപ്പോൾ പലതവണ. ഞാൻ ആ പോയിന്റിൽ നിന്ന് വീണ്ടും എടുത്തോട്ടെ ഗോപൻ. അതായത് വളരെ കാലം അധികാരത്തിന്റെ തണൽ അനുഭവിക്കാൻ ആളുകൾക്ക് പരിധിയില്ലാതെ വിട്ടുകൊടുക്കുക എന്ന സമീപനമല്ല പാർട്ടിക്കുള്ളത്, മറിച്ച് പാർട്ടി പ്രവർത്തനത്തിലാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നാണ് ഐഡിയ.
അതിൻ്റെ പേരിലാണല്ലോ 2 തവണയിൽ കൂടുതൽ മത്സരിച്ചവർ മാറി നിൽക്കട്ടെ എന്ന തീരുമാനം കഴിഞ്ഞ തവണ കൈക്കൊള്ളുന്നത്. പ്രധാനപ്പെട്ട പല ആളുകൾക്കും മുൻനിരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു മത്സരിക്കാതെ. പക്ഷേ ഇത്തവണയും അതേ നില എടുക്കുകയാണോ? പാർട്ടിക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, മുന്നണിക്കാണ് ജനം വോട്ട് ചെയ്യേണ്ടത്, സർക്കാരിൻ്റെ പ്രവർത്തനത്തിനാണ് ചെയ്യേണ്ടത്. അതിൽ മുഖങ്ങൾക്ക് പരിധി കവിഞ്ഞ പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന തീരുമാനം ഇത്തവണയും സധൈര്യം നടപ്പിലാക്കും എന്നാണോ നിലപാട്? അല്ല, 2 തവണയോ 3 തവണയോ എന്നുള്ളതല്ല ശ്രീ നിഷാദെ. ഞങ്ങൾ കഴിഞ്ഞ തവണയും എക്സംഷണൽ കേസുകൾക്ക് വളരെ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇപ്പോൾ 2 തവണയെന്നുള്ളതൊരു പൊതു നിലപാടാണ്. ഈ തവണ അതെങ്ങനെ വേണമെന്നുള്ളത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മൂർത്തമായ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. പക്ഷേ പൊതുവെ നിലപാട് ജനപ്രതിനിധിയായിട്ട് സ്ഥിരമായിട്ട് തുടരുക എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. അങ്ങനെ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് 90കളിൽ സോവിയറ്റ് യൂണിയനിലെ സംഭവവികാസങ്ങളുടെയൊക്കെ തുടർച്ചയിൽ പാർലമെൻറ്റേതര രംഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കാനും പാർലമെൻ്ററി രംഗം അത്യാവശ്യം ആളുകൾ അതിൽ പങ്കെടുക്കുക, അത് സ്ഥിരം സംവിധാനമാകാതിരിക്കുക, ഒരു രാഷ്ട്രീയ നിലപാടാണ് CPIM മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിന് പുറത്ത് സമ്മതിക്കാവുന്ന കാര്യവുമാണ്. കേരളത്തിൽ പക്ഷേ ഇപ്പോൾ ഒരു സർക്കാർ, നിങ്ങളൊരു ഭരണവർഗ പാർട്ടിയാണല്ലോ, ഇപ്പോൾ ഒരു വിപ്ലവ മുന്നണിപ്പടയല്ല, ഭരണവർഗ പാർട്ടിയാണ്. അധികാരം നിലനിർത്തേണ്ടത് അനിവാര്യവുമാണ്. കേരളത്തിൽ നിങ്ങൾ ഇവിടെ മാത്രമേ, ഇന്ത്യയിൽ നിങ്ങൾ ഇവിടെ മാത്രമേ അധികാരവുമായി അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ അധികാരം നിലനിർത്തേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് അതിജീവന പ്രശ്നമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഏത് വിട്ടുവീഴ്ചയും ഏത് നയമാറ്റവും എടുക്കുക. നയമാറ്റം എന്ന് ഞാൻ പറയുന്നത് കോർ നയമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ക്രൈറ്റീരിയ മാറ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ ചേഞ്ച് എടുക്കുക എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണെങ്കിൽ അതടക്കം മാറ്റും എന്നാണോ പറയുന്നത് ചോദിക്കുക ഞാൻ. ശ്രീ നിഷാദെ, അങ്ങ് ഉപയോഗിച്ചൊരു വാക്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭരണവർഗ പാർട്ടിയല്ല ഞങ്ങൾ. ഭരണവർഗം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാത്രമല്ല, അതിനകത്ത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കടന്നു വരുന്നതിനെയാണ് ഭരണവർഗം അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരു മുതലാളിത്ത സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഭരണവർഗ പാർട്ടിയല്ല. ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ സംവിധാനത്തെ ഭരണവർഗം എന്ന് വിവക്ഷിക്കാനും പറ്റില്ല. ഞങ്ങൾ സംസ്ഥാന ഭരണ പാർട്ടിയാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ വ്യക്തികൾക്ക് പങ്കില്ല എന്നുള്ളതല്ല, വ്യക്തികൾ കൂടിച്ചേരുന്നതാണ് ആ പ്രവർത്തന നേട്ടം. അതിൽ വളരെ മികവ് തെളിയിച്ച ജനപ്രതിനിധികൾക്ക് ചിലപ്പോൾ അവസരം കൂടുതൽ കൊടുത്തെന്ന് വരും, കൂടുതൽ മികവ് തെളിയിച്ച, അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലത്തിൽ അത് പരിഗണിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഒരു തവണ കൂടി അവർ നിൽക്കുന്നതാണ് അഭികാമ്യമെങ്കിൽ അത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ 2 തവണയിൽ കൂടുതൽ നേരത്തെ മത്സരിച്ചവരുമുണ്ട്. അതൊക്കെ മൂർത്തമായ സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമല്ലല്ലോ CPIM, മറിച്ച് അതിന് സ്ഥിരമായ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. അത് ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യാ തലം വരെ 3 വർഷത്തിലൊരിക്കൽ ചേരുന്ന സമ്മേളനങ്ങളിൽ വെച്ചാണ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റിയ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയല്ല, അതിനൊരു സ്ഥിരം സംവിധാനമാണ് 3 വർഷത്തിലൊരിക്കൽ. അതൊരു അങ്ങേയറ്റം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നൊരു വേദിയാണ്. ആ വേദിയാണ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കോർ സമിതി ഉണ്ടാക്കുക, രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കുക, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുക, അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആരൊക്കെ വേണം, പാർലമെന്ററി രംഗത്ത് ആരൊക്കെ പ്രവർത്തിക്കണം എന്നാൽ അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശൈലജ ടീച്ചറുടെ പേര് പേരാവൂരിൽ കേൾക്കുന്നു. അവിടെ പോയി KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അവിടെ ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കുമല്ലോ സാധാരണ നമ്മൾ ഫുട്ബോളിലൊക്കെ ഇങ്ങനെ സൂപ്പർ താരങ്ങളെ മാർക്ക് ചെയ്യാൻ ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നത് പോലെ. ആ നിലയ്ക്ക് ശൈലജ ടീച്ചറെയൊക്കെ പോലെയുള്ള നിങ്ങളുടെ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന കോട്ടകളിൽ പോയി മത്സരിക്കാനുള്ള സാധ്യത എന്തുമാത്രമാണ് CPK ഗോപൻ? ശ്രീ നിഷാദ്, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ജനപ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടിരിക്കുന്നവരെല്ലാം ഒന്നിനൊന്നിന് മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നല്ലത് അവരുടെ പ്രവർത്തന മികവിനേക്കാൾ ഒരാൾ പോലും ഒരഴിമതി കേസിലും പെടുന്നില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവർ ഉയരാൻ കഴിഞ്ഞു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കൂട്ടായ്മ വളരെ വലുതാണ്. ഈ UDFൻ്റെയൊക്കെ കാലത്തെ ഇദ്ദേഹത്തിന് അറിയാമല്ലോ എന്താണ് തമ്മിലടിയും വഴക്കും. ഒരു കോർപ്പറേഷൻ്റെ തന്നെ ചെയർമാൻഷിപ്പ് വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നല്ല കൂട്ടായ്മയോടുകൂടി അച്ചടക്കത്തോടുകൂടി
ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ടീമിനെയാണ് CPM സംഭാവന ചെയ്തത്. അതിൽ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ള 5 വർഷക്കാലം അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒന്നാം പാദത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുകയും അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത, കാരണം കോവിഡിനെ നേരിടുന്നതിന് മുൻ പരിചയമില്ലാത്ത അന്താരാഷ്ട്ര സർക്കാരുകൾ പോലും, പല സ്റ്റേറ്റുകളിലെ പല രാജ്യങ്ങളിലെ സർക്കാരുകൾ പോലും പകച്ചു നിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു സംവിധാനത്തെ, ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ ശൈലജ ടീച്ചറെ ഇപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറയാം, ആരാണ് ഗവൺമെൻറ്റിനെ നയിക്കുന്നത് എന്ന് ഒരു കാലത്തും ഞങ്ങൾ മുൻകൂട്ടി പറയാറില്ല, ഒരു കാലത്തും പറയാറില്ല. ഒരിക്കൽ പോലും ഒരാളിനെ മുന്നോട്ട് വച്ചിട്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവരാണ് മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പറയാറേയില്ല. ജനങ്ങൾ സ്വാഭാവികമായിട്ടും പലരെയും മനസ്സിൽ കരുതും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൽ പാർട്ടിയുടെ സംഘടനാ രൂപങ്ങളും നോക്കി അവരുടെ പ്രവർത്തന മികവും നോക്കിയിട്ടാണ് ആളുകളെ തീരുമാനിക്കുന്നത്. പൊതുവെ ആവർത്തിക്കുകയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ രണ്ട് തവണ മത്സരിച്ചവർ മത്സരിക്കണം എന്ന തീരുമാനം അപ്പോഴത്തെ ഒരു സാഹചര്യത്തെ തീരുമാനമാണ്. ആ തീരുമാനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ കമ്മിറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ശ്രീ വസന്ത്, പേരാവൂരിൽ ശൈലജ ടീച്ചർ വന്ന് മത്സരിച്ചാൽ KPCC പ്രസിഡന്റ് ഒന്ന് കുടുങ്ങോ? ശ്രീ നിഷാദ്, ഇപ്പോൾ ഞാൻ അങ്ങയുടെ പോലും വാദത്തെ തള്ളിക്കളയാണ്. അങ്ങ് നേരത്തെ ശൈലജ ടീച്ചറെ പറഞ്ഞത് എന്തോ ഹൈ പ്രൊഫൈൽ നേതാവ് എന്നാണ് അങ്ങ് നേരത്തെ ശൈലജ ടീച്ചറെ പറഞ്ഞത്. അതായത് തോൽവി തൊട്ട് തീണ്ടാത്ത, കേരള രാഷ്ട്രീയത്തിൽ എവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാലും വിജയിക്കാൻ പറ്റുന്ന ഒരു ട്രബിൾ ഷൂട്ടർ ആണ് KK ശൈലജ എന്ന കണക്കിനാണ് അങ്ങ് പോലും അവതരിപ്പിച്ചത്. നോക്കൂ, 1,15,506 വോട്ടുകൾക്കാണ് അവർ വടകരയിൽ തോറ്റുപോയത്. അതായത് അവരുടെ തൊട്ടു മുമ്പുള്ള ഇലക്ഷന്, റൈറ്റ് ഇമ്മീഡിയറ്റ് ഇലക്ഷന് അവർ തോറ്റുപോയത് 1,15,506 വോട്ടുകൾക്കാണ്. നിസാര ഭൂരിപക്ഷമല്ല കേട്ടോ ശ്രീ ഷാഫി പറമ്പിലിന് കിട്ടിയത്. 2, കോവിഡിന്റെ കാലത്തെ കാര്യം ഇടതു പ്രതിനിധി പറയുന്നത് കേട്ടു. കോവിഡ് കാലത്ത് ഈ സമൂഹത്തെ ആകെ അങ്ങ് ചേർത്തുപിടിച്ച് രക്ഷിച്ചെടുത്ത നേതാവാണ് KK ശൈലജയും അതിന് നേതൃത്വം കൊടുത്ത സഹാവ് പിണറായി വിജയനും എന്ന് പറയുമ്പോൾ, കോവിഡിന് ശേഷം ആ സമയത്ത് ഇവരുടെ PR എക്സസൈസ് മെയിനായിട്ടും അതായിരുന്നു. കോവിഡിന് ശേഷം 2025 ബഹുമാനപ്പെട്ട CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അവർ സമർപ്പിച്ചൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഏതാണ്ട് 300% അധികം കൊടുത്തുകൊണ്ടാണ് 545 രൂപയ്ക്കെങ്കിലും കിട്ടേണ്ടിയിരുന്ന PP കിറ്റ് 1550 രൂപയ്ക്ക് മേടിച്ചെന്നും, അങ്ങനെ 10.53 കോടി രൂപയുടെ നഷ്ടം പൊതുഖജനാവിനുണ്ടാക്കിയെന്നും CAGയുടെ റിപ്പോർട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് ചൂണ്ടുപലകയായി നിൽക്കുന്നത് KK ശൈലജയുടെ മുഖത്തേക്കാണ്. ആയതുമായി ബന്ധപ്പെട്ട ഒരു കേസും CAGക്കെതിരെ കൊടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. CAGയെ ചലഞ്ചും ചെയ്തിട്ടില്ല. അപ്പോൾ അഴിമതിയുടെ കറ പുരളാത്ത, തോൽവിയുടെ അംശമേൽക്കാത്ത നേതാവ് എന്നൊക്കെ പറഞ്ഞ് KK ശൈലജയെ അവതരിപ്പിക്കുന്നതിൽ എത്ര കണ്ട് വസ്തുതയുണ്ട് എന്നത് കേരള പൊതുമനസാക്ഷി വിലയിരുത്തേണ്ടതാണ്. ഇനി ഞങ്ങൾക്ക് പേരാവൂരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സീറ്റുകളിലോ, ഇപ്പൊ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും 1-ാം നമ്പർ സീറ്റുകളിലേക്ക് ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നേ, ആരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സീറ്റിൽ സഹാവ് പിണറായി വിജയൻ വന്ന് മത്സരിക്കട്ടെ, എന്താ പ്രശ്നം? എന്നാലും അവിടെ ഞങ്ങൾ ജയിക്കും. ഇനി KPCC പ്രസിഡന്റിന്റെ സീറ്റിലേക്ക് KK ശൈലജയോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ മറ്റാരും വന്നോട്ടെ, അതിനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മെയിൻ ചർച്ച പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിലേക്ക് ഇതാ വരാൻ പോകുന്നു, ഏതോ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവൻ വരുന്നു. ഈ അവൻ ആരാണെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയി മത്സരിപ്പിക്കട്ടെ, ബലിയാടാവാൻ ഏതെങ്കിലും നേതാക്കൾ തയ്യാറാവുമോ? അപ്പോൾ ഘട്ടം ഘട്ടമായി ഇപ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്ന KPCC പ്രസിഡന്റ് സീറ്റാവട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റാവട്ടെ, ഇതൊക്കെ ഇടത് കോട്ടകളായിരുന്നു. അതവർ തിരിച്ചു പിടിച്ചതാണ്. വലിയ ഭൂരിപക്ഷത്തിനല്ല, ചെറിയ മാർജിനിൽ ആദ്യം തിരിച്ചു പിടിച്ച് ഘട്ടം ഘട്ടമായി അവിടെ ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു നിന്ന് ഘട്ടമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള നേതാക്കളാണ് ഇവർ രണ്ടുപേരും. ഞങ്ങളുടെ എല്ലാ സീറ്റുകളും, ഒട്ടുമിക്ക സീറ്റുകളും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് അവിടേക്ക് ഇനിയിപ്പോൾ പിണറായി വിജയൻ, ഇവർക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഹാവ് പിണറായി വിജയനാണല്ലോ. ആ പിണറായി വിജയൻ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ ഇത്തവണ ധർമ്മടം അടക്കമുള്ള സീറ്റുകളിൽ വെറുതെ അങ്ങ് തോൽക്കാൻ നിൽക്കുകയല്ല. ധർമ്മടം അടക്കമുള്ള സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കാനാണ് പ്ലാനിങ്ങുമായി ഇറങ്ങുന്നത്. ഞങ്ങളുടെ A ക്ലാസ് നേതാക്കൾ, ഞങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നേതാക്കൾ, ഞങ്ങളുടെ ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കൾ,
ജനങ്ങളുമായി ആഴ്ന്നിറങ്ങിയ ബന്ധമുള്ള നേതാക്കൾ, ഏതു മണ്ഡലത്തിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തക്കവണ്ണത്തിലുള്ള നേതാക്കൾ ഈ തവണ ധർമ്മടത്തടക്കം മത്സരിക്കും. അങ്ങനെ മത്സരിച്ച് 100 സീറ്റുകളിലേക്ക് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നത് കാണേണ്ടി വരും നിഷാദേ. ആ വലിയ മരങ്ങൾ ആകെ കടപുഴകി വീഴുമ്പോൾ ഇവർ വീണ്ടും പറയും, അയ്യോ ഇത് കോൺഗ്രസ് അങ്ങനെയാണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്, ഇടതുപക്ഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ഇടതുപക്ഷത്തിന് എന്തോ ജനാധിപത്യമായ സംഘടനാ സംവിധാനമുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി അല്ല എന്നൊക്കെയാണ് ഇടതു പ്രതിനിധി പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുത്ത 1-ാം നമ്പർ നേതാവാണല്ലോ സഖാവ് എം എ ബേബി. ആരാ കോമ്രേഡ് എം എ ബേബി? അദ്ദേഹമാണ് നിങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ പാർട്ടിയാണല്ലോ ഇത്, ആ ഇന്ത്യയിലെ പാർട്ടിയുടെ 1-ാമൻ. അദ്ദേഹത്തെ നിങ്ങൾ 2 വിഷയത്തിൽ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഒന്ന്, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് റദ്ദ് ചെയ്തു. അങ്ങനെ ഒരു ആരോപണമേ CPIM ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഇടതു നേതാക്കൾ പിന്നെയും വന്ന് അതോടൊപ്പം തന്നെ നേതാക്കൾ മാത്രം നിന്നാൽ മതിയോ, അതിനപ്പുറം ഉയർത്തുന്ന മുദ്രാവാക്യം ഏതാണ് എന്ന ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്. ഇന്നലെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സജീവമായി ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പങ്കെടുത്ത് പോയ ഉടനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കേരളയാത്രാ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വർഗീയതയോട് നാം കോംപ്രമൈസ് ചെയ്യരുത്, വംശീയ വിദ്വേഷവാദികളെ നാം കാറിൽ കയറ്റരുത്, നമ്മൾ 4-5 സീറ്റിൽ തോറ്റുപോയാലും തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി തോറ്റാലും നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറയുകയും ആ മതനിരപേക്ഷതയെ മുറുകെ പിടിക്കുമെന്ന വാഗ്ദത്തമാണ് എനിക്ക് തരാനുള്ളതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ വെള്ളാപ്പള്ളി വിഷയത്തിൽ പോലും ഒരു ക്ലാരിറ്റി പറയുന്ന കേരളത്തിലെ ഏക മുൻനിര നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന് കാണാം. ആ വിഷയം കേരളത്തിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ, പുതിയ തലമുറയുടെ മനസ്സിലേക്ക് വരുമ്പോൾ, സൗഹാർദ്ദ ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിൽ പൊസിഷൻ എടുത്ത ഒരാൾ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങളുടെ പൊസിഷൻ ഇല്ലായ്മ അവിടെയും ചർച്ചയ്ക്ക് വരികയും അവിടെ നിങ്ങൾക്കത് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കുകയും ചെയ്യുമോ കോമ്രേഡ്? ഗോപൻ എന്നോടാണോ ചോദിച്ചത്? നിഷാദെ, ഇതിൽ ഈ ശൈല ടീച്ചർക്കെതിരായിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധികളുടെ ആക്ഷേപം വളരെ പരിതാപകരവും ബാലിശവുമാണ്. ഈ കോവിഡ് സമയത്ത് PP കിറ്റ് വാങ്ങിച്ച് ഏത് കോടതിയിൽ അവരുടെ പേര് കേസ് നിലനിൽക്കുന്നത്? ആരാ അവർക്കെതിരെ കേസ് കൊടുത്തത്? CNDG ഇങ്ങനെ പരാമർശിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് നിലനിൽക്കുന്ന വസ്തുത, ഈ പ്രതിരോധ സമയത്ത്, യുദ്ധ സമാനമായ സമയത്ത് ആയുധങ്ങൾ വാങ്ങിക്കുന്ന അതേ പാറ്റേൺ നിങ്ങൾ അതിനുശേഷം കോവിഡിൻ്റെ സമയം കഴിയുമ്പോൾ PP കിറ്റിന് എത്ര വിലയെന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല. യാതൊരു തരത്തിലും നിലനിൽക്കാത്ത ഏതെങ്കിലും ഒരു ആക്ഷേപം, അവർക്ക് അന്തർദേശീയ തലത്തിൽ കിട്ടിയ ഒരു അംഗീകാരത്തെ ഇകഴ്ത്താൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് 1 ലക്ഷം വോട്ടിന് തോറ്റുവെന്ന്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി 4 ലക്ഷം വോട്ടിനാണ് തോറ്റത്. 4 ലക്ഷം വോട്ടിന് തോറ്റ ആളിൻ്റെ പേരാ ഇന്ദിരാഗാന്ധി. നിങ്ങളൊന്നുമില്ലെങ്കിൽ ഷാഫി പറമ്പിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നല്ലോ. രാജ്യം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ്, രാജ്നാരായണൻ്റെ മുമ്പിലാണ് ഇന്ദിരാഗാന്ധി തോറ്റത്. ആ കഥ നിങ്ങൾ പറയരുത്. 400-ലധികം സീറ്റ് വാങ്ങിച്ച് പാർലമെന്റിൽ വന്ന നിങ്ങളുടെ പാർലമെന്റിലെ സീറ്റിൻ്റെ എണ്ണം ഇപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കഥകൾ പറഞ്ഞല്ല രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പിണറായിക്കെതിരായിട്ട് ധർമ്മടത്ത് വലിയ സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നല്ലോ. അതെ, 90 സീറ്റ് എവിടെയാ? ഞങ്ങൾക്കെവിടാ 90 സീറ്റ് ഉണ്ടായിരുന്നേ? അപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയനെതിരായിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വനിതയെ കൊണ്ടുവന്നായിരുന്നല്ലോ. 2 പെൺകുട്ടികൾ മരിച്ചുപോയ പിണറായി വിജയൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചായിരുന്നല്ലോ. ആ സ്ത്രീ ഇപ്പം എവിടെയാ? കോൺഗ്രസിൻ്റെ പ്രതി ഒന്ന് പറഞ്ഞാട്ടെ. ആ സ്ത്രീ ഏത് ജയിലിലാണ് കിടക്കുന്നത് ഇപ്പം പിണറായിക്കെതിരായിട്ട് മത്സരിക്കാൻ കൊണ്ടുവന്നത്? നിങ്ങൾ സോണിയാഗാന്ധിക്കെതിരായിട്ട് CPMൻ്റെ നിലപാട് സഖാവ് MA ബേബി പറയുന്നതും ഞങ്ങളെല്ലാം പറയുന്നതും സാധാരണ പ്രവർത്തകരായ ഞങ്ങൾ പറയുന്ന ഒരേ നിലപാടാണ്. സോണിയാഗാന്ധി സ്വർണത്തിൻ്റെ പങ്ക് പറ്റിയെന്ന് ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ തെളിവില്ല. പക്ഷെ സോണിയാഗാന്ധിയുടെ ഇരിപ്പിടത്തിന് സമീപം പോറ്റിയെ എത്തിച്ചത് ആരാണെന്നുള്ളതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. പോറ്റിയെ കയറ്റിയത് ആര് എന്ന പാട്ട് നിങ്ങൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ തിരുത്തി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ സോണിയാഗാന്ധി സ്വർണത്തിൻ്റെ പങ്ക് വാങ്ങിച്ചതായിട്ട് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ചോദ്യം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയില്ല. അവർക്ക് കൊടുത്ത സമ്മാനപ്പൊതി
അടൂർ പ്രകാശിന്റെ സാന്നിധ്യത്തിൽ, ആന്റോ ആന്റണിയുടെ സാന്നിധ്യത്തിൽ അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കൂടെ കൊടുക്കുന്ന ഒരു സമ്മാന പൊതിയുണ്ട്. അതെന്താണെന്ന് നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയാൽ മതി. ഞങ്ങൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. പിന്നെ PMC എന്ന് പറയുന്നത് ഇനിയും നിങ്ങൾ പറഞ്ഞ് പരിഹാസ്യരാകരുത്. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ എനിക്ക്. ഇന്ത്യ രാജ്യത്ത് PMC നടപ്പിലാക്കാത്ത ഒരു കോൺഗ്രസ് സർക്കാരിന്റെ പേര് നിങ്ങൾക്ക് പറയാവോ? എന്നിട്ട് പോരെ കേരളത്തിലെ കാര്യം പറയുന്നത്. ഞങ്ങൾ PMCയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ദേശീയ നിലപാടുണ്ട്. പ്രധാനമന്ത്രിയുടെ ആ പരിപാടിയിൽ ഞങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ 1700 കോടി രൂപയാണ് ഈ കേരളത്തിന് അതിന്റെ പേരിൽ തടഞ്ഞു വെച്ചത്. ഈ സ്കൂൾ നിങ്ങൾ നോക്ക്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പാഠപുസ്തകം ഉണ്ടായിരുന്നോ സാർ? വെക്കേഷൻ സമയത്ത് പാഠപുസ്തകം കൊടുക്കുന്നു. ഇപ്പൊ അവിടെ 3,67,00,000 പാഠപുസ്തകം അടിച്ചു കൊടുക്കുക ഞങ്ങൾ. 8ാം ക്ലാസ് വരെ സൗജന്യമാണ് സാർ പാഠപുസ്തകം. 8ാം ക്ലാസ് വരെ യൂണിഫോം സൗജന്യമാണ്. 10 കോടി മുതൽ 1 കോടി രൂപ വരെയുള്ള 937 സ്കൂൾ കെട്ടിടങ്ങൾ 10 വർഷത്തിനുള്ളിൽ ലോകത്താദ്യമായി ഉദ്ഘാടനം ചെയ്ത ആളിന്റെ പേരാ പിണറായി വിജയൻ. 937 സ്കൂൾ കെട്ടിടങ്ങൾ. അങ്ങനെ 11 ലക്ഷം കുട്ടികളെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്നു ഈ ഗവൺമെന്റ്. ആ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തടയിടാനാണ് SSK ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചത്. ആ 1700 കോടി രൂപ ഞങ്ങൾക്ക് തരണമെങ്കിൽ 176 കോടി രൂപ മാത്രം വരുന്ന കേവലമായി നിങ്ങൾ കൊണ്ടുവന്നുള്ള വികസന പ്രവർത്തനങ്ങളോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഒരു പോയിന്റ് എന്റെ ക്വസ്റ്റ്യൻ അല്ല KK ശൈലജയ്ക്ക് മറുപടി വികസന പ്രവർത്തനത്തിന്റെ കാര്യവും പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, ജനങ്ങളൊരു സർക്കാരിനെ വാല്യൂ ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത് ആ സർക്കാർ എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്നതിനെ മുൻനിർത്തി മാത്രമായിരിക്കില്ലല്ലോ. ഇന്ത്യ പോലെ ഒരു നാട്ടിൽ മതനിരപേക്ഷബദ്ധമായി ഉയർന്നു നിൽക്കേണ്ടുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരികൾ എന്തുമാത്രം മതനിരപേക്ഷമായ പൊസിഷൻ എടുത്തു പോകുന്നു എന്ന ക്വസ്റ്റ്യനും ജനം പരിശോധിക്കുമല്ലോ. ആ പരിശോധനയുടെ ഫലമാണല്ലോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോക്കൽ ബോഡിയിൽ തിരിച്ചടിയായിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ സ്കൂൾ ഉണ്ടാക്കാത്തതുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ പൂർണ്ണമായും ഒരു ലെഫ്റ്റിന്റെ ഐഡിയോളജിക്ക് അകത്ത് നിൽക്കുന്നു എന്ന് ജനത്തിന് സംശയമാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേരളം ഇങ്ങനെ ഒരു വിദ്വേഷ പ്രചാരണത്തിന്റെ ഒരു ഒഴുക്കിന്റെ മുമ്പിൽ നിൽക്കെ VD സതീശൻ അദ്ദേഹത്തിന്റെ പൊസിഷൻ ക്ലാരിഫൈ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ശ്രീ നിഷാദെ, VD സതീശന്റെ കാപട്യം ഓരോ ദിവസവും വെളിവാക്കപ്പെട്ട് വരികയാണ്. അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നം എന്താ? ഇന്ത്യ രാജ്യത്ത് ലക്ഷണമൊത്ത മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് ഉള്ളതുകൊണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ജമായത്തെ ഇസ്ലാമി പോലുള്ള അല്ലെങ്കിൽ SDPI പോലുള്ള തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിനെതിരാണെന്ന് വ്യാഖ്യാനം അദ്ദേഹം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ RSSനെതിരായിട്ട് രൂക്ഷ വിമർശനം നടത്തിയാൽ RSSും മോഡിയും പറയുന്നത് അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിമർശനമാണെന്നാണ്. ഈ രണ്ട് വിമർശനത്തെ ഞങ്ങൾ ഒരുപോലെ തള്ളിക്കളയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, VD സതീശന്റെ ആക്ഷേപം ഇസ്ലാം വിഭാഗത്തെ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി എന്നുള്ളതാണ്. ഇസ്ലാം വിഭാഗത്തെ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശന്റെ ആ സംഭവം എന്താണെന്ന് നിഷാദിന് കൃത്യമായിട്ട് അറിയാം. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒരു ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്യുന്നു അയ്യപ്പ സേവാ സംഗമത്തിൽ പങ്കെടുക്കാൻ. രാവിലെ മുഖ്യമന്ത്രി അവിടെ കാറിൽ കയറി പുറത്തേക്ക് പോകുന്നു. അത് സെക്യൂരിറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആകെ 150 മീറ്ററേ ഉള്ളൂ, നടക്കാൻ ദൂരേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടന്നിറങ്ങുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറി സംഭവ സ്ഥലത്തേക്ക് പോകുന്നു. ഇത് ഇങ്ങനെ ഒരു പരാമർശം നമ്മൾ നടത്തിയാൽ നാളെ VD സതീശന്റെ വീട്ടിലെ കല്യാണത്തിന് പിണറായിക്ക് പോകാൻ കഴിയാതെ വരും. ജമായത്തെ ഇസ്ലാമിയുടെ നേതാവ് പിണറായിയെ കല്യാണം വിളിച്ചാൽ അവിടെ പോകാൻ കഴിയാതെ വരും. അത്തരം അപകടങ്ങൾ കേരളത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ഇനി VD സതീശൻ ഇതാണ് ആക്ഷേപമെങ്കിൽ എന്തിനാണ് ശ്രീ നിഷാദെ VD സവർക്കർ എന്ന RSS ആചാര്യന്റെ മുമ്പിൽ പോയി നിലവിളക്ക് കൊളുത്തിയെന്തിനാ? ദാണ്ട VR ബാബു RSSന്റെ നേതാവ് വെളിപ്പെടുത്തിയ തെളിവോടുകൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിച്ച് പരാജയപ്പെട്ടു. രണ്ടാമത് RSS നേതാക്കന്മാരുടെ വീട്ടിൽ ചെന്ന് വോട്ട് വാങ്ങിച്ചതിന്റെ തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞ് RSS നേതാക്കന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. അപ്പോ VD സവർക്കറുടെ മുമ്പിൽ പോയി നിലവിളക്ക് കൊളുത്തുക, RSSകാരുടെ വീട്ടിൽ പോയി വോട്ട് വാങ്ങിക്കുക, എന്നിട്ട് കോൺഗ്രസിനകത്ത് നടക്കുന്ന സംസ്കാരം എന്താണെന്ന് നിങ്ങൾ ചർച്ച ചെയ്യാത്ത എന്താ? ആ പാർട്ടിക്കകത്ത് BJPയിലേക്ക് പോകുന്നതിനെതിരായി വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു. 4 വോട്ടിന് വേണ്ടി മതനിരപേക്ഷതയുടെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാരെ പിന്തുണയ്ക്കരുത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വംശീയ വർത്തമാനത്തോട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഇനിയും എടുത്തിട്ടില്ല. വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ ഒന്നും അല്ല വിമർശിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി അല്ല, മുസ്ലിം മലപ്പുറത്ത് ജീവിക്കാൻ അല്ല. ഞാൻ മറ്റാരുടെയും അനുഷ്ഠാനങ്ങൾ അവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന്, മറ്റാർക്കും അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അഹങ്കാരികളുടെ നാടാണ് മലപ്പുറം എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനമൊന്നുമല്ല, മുസ്ലിങ്ങൾക്കെതിരായ വിമർശനം തന്നെയാണ്. പിന്നെ അദ്ദേഹം നിരന്തരമായി വ്യാജവും പറയുന്നു. എന്താണ്, ഈ സർക്കാരിന് പോലും മുന്നോട്ട് പോകണമെങ്കിൽ കാന്തപുരത്തിന്റെ കുറിപ്പടിയില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ.
അപ്പോഴൊന്നും വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല. വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾക്കെതിരാണ് എന്ന ബാലൻസ് വർത്താനെ നിങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ ഇതാ സതീശൻ പറയുന്നു അത് ശരിയായ കാര്യമല്ല, തോറ്റുപോയാലും നമ്മൾ ക്ലാരിറ്റി ഉള്ള മതനിരപേക്ഷത പറയണമെന്ന്. നിങ്ങൾ പറയുമോ അങ്ങനെ? നിങ്ങൾ എത്ര വെളുപ്പിച്ചാലും ഇതിന് മറുപടി മുഖ്യമന്ത്രി എന്തിനാ പറയുന്നത്? വളരെ കൃത്യമായിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി കാറിൽ കയറിയത് കേവലം ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്, അത് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമല്ല. ഇനി മലപ്പുറം ജില്ല രൂപീകരിച്ചത് ആരാ നിഷാദെ? മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരായിട്ട് സമരം നടത്തിയത് ആരാ നിഷാദെ? മലപ്പുറം ജില്ല രൂപീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്, EMSന്റെ ഗവൺമെന്റാണ്. ആ മലപ്പുറം ജില്ലക്കെതിരായിട്ട് മാത്രം പറയല്ലേ, മലപ്പുറം മാത്രമല്ലോ, മലപ്പുറത്ത് കോൺഗ്രസ് ആണ് അതിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ല? ചരിത്രത്തിൽ കുറെ കാര്യങ്ങളുണ്ട്, ചരിത്രത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ചരിത്രത്തിൽ കുറെ കാര്യങ്ങളുണ്ട് കോമ്രേഡ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ ഇപ്പോഴത്തെ പോയിന്റ്, ജമാഅത്തെ ഇസ്ലാമി സമ്പൂർണ്ണമായും കുഴപ്പമാണെന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പോയിന്റ്. ആ ജമാഅത്തെ ഇസ്ലാമിയോട് പിന്തുണച്ചുകൊണ്ടോ അരികിൽ നിന്നുകൊണ്ടോ പിണറായി വിജയൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അന്നത്തെ നിങ്ങളാണോ ഇന്നത്തെ നിങ്ങൾ? 2014 മുമ്പുള്ള 2006 മറ്റോ ഈ VD സതീശൻ പോയിട്ടുള്ള ചിത്രം വെച്ചാണ് അദ്ദേഹം കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്. അത് തെറ്റ് തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യം തെറ്റാണ്. പക്ഷേ 2026 നമ്മൾ നരേന്ദ്രമോദി റെജീമിന് കീഴിലുള്ള കുഴപ്പം പിടിച്ച സന്ധിയിൽ നിൽക്കെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSന്റെ ആലയിൽ കെട്ടിയ വെള്ളാപ്പള്ളി നടേശൻ, ആ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തെ വിഭജിക്കാൻ പണിയെടുക്കുമ്പോൾ പൊസിഷൻ പറയാനാവാതെ ഉഴറുന്ന നിങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് പൊസിഷൻ പറയുന്നു. വെരി സ്യുവർ പൊസിഷനാണ് എൻ്റെ ചോദ്യം. അപ്പോൾ 2006 വിളക്ക് കൊളുത്തിയ കാര്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2015-നും 16-നും ഒക്കെ മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം ഇപ്പം നിങ്ങൾ തള്ളിപ്പറയല്ലേ? അപ്പോൾ ചരിത്രത്തിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ട്. നിഷാദെ, മറുപടി പറഞ്ഞാൽ മറുപടി കേൾക്കാനുള്ള മാന്യതയും ജനാധിപത്യ മര്യാദയും നിങ്ങൾ ദയവായിട്ട് കാണിക്കണം. നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് മറുപടിയിലേക്ക് കടക്കുമ്പോൾ അത് പ്രേക്ഷകർ കേൾക്കാൻ പാടില്ല, നിങ്ങൾ വാശി പിടിക്കരുത്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പുറത്ത് ചോദ്യം കൊണ്ടുവരികയാണ്. കേരളത്തിൽ മതനിരപേക്ഷത, CPIMന്റെ മതനിരപേക്ഷത തെളിയിക്കാൻ ആരുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്? VD സതീശൻ്റെയാണ്. VD സവർക്കറുടെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയ നിങ്ങൾക്കൊരു പഴങ്കഥയാണ്. ബാബറി മസ്ജിദ് തകർത്തത് ആരുടെ കാലത്താ സർ? ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ബാബറി മസ്ജിദ് തകർത്തത് ആരാ സർ? ആരുടെ കാലത്താ സാർ? രാമജന്മഭൂമി പ്രശ്നത്തിൽ ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാ സാർ? അവിടെ അയോധ്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടുന്ന് ആരംഭിച്ചത് ആരാ സാർ? എന്റെ ലക്ഷ്യം രാമരാജ്യമാണെന്ന് പറഞ്ഞത് ആരാ സാർ? കർസേവ നടത്തിക്കൊണ്ടുവന്ന RSSകാരെ VP സിംഗ് തടഞ്ഞപ്പോൾ ആ VP സിംഗ് താഴെ ഇറക്കിയത് ആരാ സാർ? അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വടക്കേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിൽ കിടക്കുന്നതിന്റെ കാരണം എന്താണ് കോൺഗ്രസിന് അവർ വോട്ട് ചെയ്യാത്തത്? ബീഹാറിൽ കൊടുത്ത 6 പോലും കൊണ്ടുപോയി കൊടുക്കുകയല്ലേ തിരിച്ച്? ബീഹാറിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനാധിപത്യ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിന്ന പാർട്ടികളെല്ലാം നിർബന്ധിച്ച് സീറ്റ് വാങ്ങിച്ചെടുത്തിട്ട് മത്സരിച്ചിട്ട് ആ 6 കൊണ്ടുവന്ന് NDA ക്യാമ്പിൽ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? എന്ത് മതനിരപേക്ഷതയാ കോൺഗ്രസിനകത്ത് നടക്കുന്നത്? എന്ത് ചർച്ച നടക്കുന്നത്? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗത്തിന്റെ മകൻ എങ്ങനെയാ BJP പോകുന്നത്? 12 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെങ്ങനെയാ BJP പോയത്? 17 PCC പ്രസിഡന്റുമാരെങ്ങനെയാ BJP പോയത്? 153 പാർലമെന്റ് അംഗങ്ങൾ എങ്ങനെയാ BJP പോയത്? 213 MLA-മാരെങ്ങനെയാ BJP പോയത്? ഇന്ത്യയിലെ കോൺഗ്രസിനെ മുഴുവൻ BJP കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ CPM-നെ മതനിരപേക്ഷത പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. CPM ഉൾപ്പെടെയുള്ള എത്ര ചെറിയ സംഘടനകൾ ഈ കർണാടകത്തിൽ BJP ആണ് ഭരിച്ചതെങ്കിലും അവിടെ ഫക്കീർ കോളനി എടുത്തു കളയും, കോൺഗ്രസ് ഭരിച്ചപ്പോഴും എടുത്തു കളഞ്ഞു. നിങ്ങൾ എന്ത് പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് നെഗറ്റീവ് വോട്ട് ചെയ്തിട്ടുണ്ട്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള സംഭവത്തിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മുന്നണിയായിട്ടുള്ള ധാരണയിലല്ല. CPM-ഉം ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല വോട്ട് ചെയ്തത്. അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ നാളെ ചിലപ്പോൾ ചെയ്യും. എല്ലാം BJP-യുടെ പാളയത്തിൽ കൊണ്ടുപോയി കൊടുത്ത കോൺഗ്രസിനെ വിമർശിക്കുന്നു. ഈഴവ സമുദായത്തെ മുൻനിർത്തി ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSന്റെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ഇവിടെ വന്ന് അതിനാവശ്യമായ വെള്ളവും വളവും തെളിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾക്കുള്ള നിലപാട് എന്താണെന്നാണ് ഞാൻ കുറെ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് പറയുന്നില്ല. ആ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധമല്ല, ഹിന്ദു അല്ല, വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയതയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശത്തോടും ഒരു തരത്തിലും ഞാൻ യോജിക്കില്ല.
വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് പറയേണ്ടപ്പോഴെല്ലാം കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഒരാളിന്റെ കാറിൽ കയറിയ രാഷ്ട്രീയ നിലപാടാണെന്ന് പറയുന്നത് എന്ത് വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒരു സമുദായ സംഘടന ജനറൽ സംസ്ഥാന സെക്രട്ടറി ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും ഇല്ല. വോട്ട് ചോദിച്ചാൽ പഴയ കഥയാണ്. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ നിലപാട് ഇത് തന്നെ. പഴയ കഥ നിങ്ങളിപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള നിങ്ങളുടെ മുൻ നിലപാടും ഇപ്പോഴത്തെ നിലപാടും വ്യത്യാസമുള്ളതാണോ? അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല. നിങ്ങൾ ഞങ്ങളെ മാത്രം എടുക്കാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സാംസ്കാരിക വക്താക്കൾ ഒരാളായ സാക്ഷാൽ എം.എൻ. കാരശ്ശേരി മാഷി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? കോൺഗ്രസിന്റെ മുൻ നിലപാട് നിങ്ങൾ ചോദിക്കാത്തത് എന്താണ്? നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ പഴയ കാര്യങ്ങൾ പറയാം. പഴയ കാര്യങ്ങൾ പറയാം. നിങ്ങൾ പഴയ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ മാത്രം മതിയോ? പഴയതും പുതിയതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാ പറഞ്ഞു. നിങ്ങൾ വി.ഡി. സതീശന്റെ പഴയത് പറഞ്ഞല്ലോ. നിങ്ങളുടെ പഴയതോ? എന്താ ഏതിനകത്ത പഴയത്? ഏത് കാര്യത്തിലാണ് സാർ പഴയത്? ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളുമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്തി ഒരു വോട്ട് സമാഹരണം ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി വോട്ടായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അവർ വോട്ട് ചെയ്യുന്നതിന്റെ രീതി ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനയാണ്. അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട്. അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടറായിട്ട് അവരെ വളരെ ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുള്ള സംഘടനയാണ്. അവരെ ചുരുക്കി കാണരുത് എന്നാണ് കോമ്രേഡ് പിണറായി വിജയൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ അതിന് തർക്കമില്ലല്ലോ. ഇപ്പോഴും അവർക്ക് ദേശീയ നിലപാടും അന്തർദേശീയ നിലപാടും എല്ലാം. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ, PDP പോലുള്ള സംഘടനകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ UDF അസ്വസ്ഥമാണെന്ന് പറഞ്ഞൊരു ബൈറ്റ് ആയം കാണിച്ചു നേരത്തെ. അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അന്നത്തെ വർത്താനം ഇന്ന് പറയോ ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുള്ള സംഘടനയാണ്, അവരെ ചുരുക്കി കാണാൻ പാടില്ല എന്ന അഭിപ്രായം ഉണ്ടോ? അത് പറഞ്ഞാൽ പോരായിരുന്നു. ബൈറ്റൊക്കെ എടുത്തോണ്ട് വരാൻ. പിണറായി വിജയൻ പറഞ്ഞതിനകത്ത് ഇപ്പോഴത്തെ നിലപാട് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതും ഇപ്പൊ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്ക് ദേശീയ അന്തർദേശീയ നിലപാടുകളുണ്ട്. അതിനെന്താ കുഴപ്പം? പറയട്ടെ, ഞാൻ പറയാം, വ്യത്യാസം പറയാം. ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ നിലപാടുകളുള്ള സംഘടനയാണെന്ന് പറഞ്ഞാൽ വിശാലമായ കാഴ്ചപ്പാടുള്ള സംഘടനയാണെന്ന് തന്നെ മലയാളം പോട്ടെ. ഇനിയിപ്പോൾ സാങ്കേതിക അർത്ഥത്തിൽ എടുക്കൂ. ശരി, ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുണ്ട്, അവരെ ചുരുക്കി കാണാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചുരുക്കി കണ്ടോ എന്ന് എനിക്ക് സംശയം എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തനം തിരുത്തുകയാണ് പിണറായി വിജയൻ. ഒന്ന്. രണ്ടാമത് പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മുസ്ലിം സംഘടനകൾ, PDP പോലുള്ള മുസ്ലിം സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ, PDP പോലുള്ള സംഘടന ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ UDF പ്രവർത്തകർ അസ്വസ്ഥരായിരിക്കുകയാണ്, നേതൃത്വം അസ്വസ്ഥരായിരിക്കുകയാണെന്നാണ് മറ്റേ ബൈറ്റ്. അത് ഞാൻ പൂർണ്ണമായും പ്ലേ ചെയ്തില്ല, വേണേൽ പ്ലേ ചെയ്യാം. അപ്പൊ ആ വർത്താനം ഇപ്പോഴും പറയോ? ഒരു തർക്കമില്ല സാർ. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്, തർക്കമില്ലല്ലോ അതിൽ. നിങ്ങൾ അവരെ ശ്ലാഘിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അവരെ ശ്ലാഘിക്കുകയോ തമ്മിലുള്ള രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമല്ല. രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമല്ല ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ബാബറി മസ്ജിദ് തകർത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് മുസ്ലിം ലീഗ് പോലും ഇടതുപക്ഷത്തോട് വരാൻ താല്പര്യം കാണിച്ചു. അവര് UDF മുന്നണിയിൽ അന്ന് പങ്കെടുത്തില്ല, യോഗത്തിൽ പങ്കെടുക്കാൻ പോയില്ല അവര്. അത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? മുസ്ലിം ലീഗ് UDF ഘടകകക്ഷിയായിട്ട് പോയില്ല ബാബറി മസ്ജിദ് പ്രതിഷേധിച്ച്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വോട്ട് ചെയ്താൽ രമേശ് എന്ന് പിണറായി വിജയൻ ചോദിച്ചത് ആധുനിക ഇന്ത്യയിൽ അല്ല. ജമാഅത്തുമായി ഞങ്ങൾ എന്താ നിങ്ങൾക്ക് ഇത്ര ഹാലുകളാണോ എന്റെ PK ഗോപ? നിങ്ങൾ അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയർ അഞ്ചാടി എന്ന് പറയരുത് ഉത്തരം. ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഹാലിളക്കം, രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ഇത്ര ഹാലിളക്കം എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നത് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോഴാണ്. ഞങ്ങൾ ചർച്ച നടത്തിയാൽ എന്താണ് പ്രശ്നം എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നത് അതേ സമയത്താണ്. അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയാൽ ശ്രീ നിഷാദെ,
നിങ്ങൾ ഏത് പാർട്ടിയുടെ അപ്പൊ അങ്ങനെ കേക്ക് പോയില്ലേ? അങ്ങ് അവതാരകനായിട്ടാണോ ഞങ്ങളുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയില്ല. അത് നിങ്ങൾ അവതാരകനായിട്ടാണോ പങ്കെടുക്കുന്നത്? പാർട്ടി പ്രതിയായിട്ടാണോ? അല്ല, എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഗോപൻ, ഞാൻ താങ്കളോടും താങ്കളുടെ പാർട്ടിയോടുള്ള ചോദ്യം എടുക്കാൻ പറ്റുക എന്റെ വിമർശനാത്മക രൂപത്തിൽ ചോദിക്കുക എന്നുള്ളതാണ് എന്റെ രീതി. അതിപ്പോ ഞാൻ വസന്തിനോട് ചോദിക്കുമ്പോഴും അങ്ങനെയാണ്. അല്ലാതെ വസന്ത് ചോദിച്ചതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്നാണോ ഞാൻ ചോദിക്കേണ്ടത്? എനിക്ക് നിങ്ങളോട് വിമർശനാത്മകമായ ക്വസ്റ്റ്യൻസ് ഉള്ളത്. തിരിച്ച് വസന്തിനോടും അത് തന്നെയാണുള്ളത്. അപ്പം നിങ്ങൾ വി ഡി സതീശൻ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ, വി ഡി സതീശൻ്റെ പഴയ കാലം ഓർക്കണമെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശന വർത്താനം പറയുമ്പോൾ നിങ്ങളുടെ പഴയ കാലത്തെ ബൈറ്റുകൾ ഓർക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചേ ഉള്ളൂ ഞാൻ. ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള പുകഴ് ലേഖനം ഓർക്കേണ്ടതല്ലേ? പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഓർക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നിയമസഭാ ടി വിക്ക് കൊടുത്ത അഭിമുഖത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി ഞങ്ങൾ അവരുമായി ചേർന്ന് പോയതിനെക്കുറിച്ച് പറഞ്ഞ കഥ ഓർക്കേണ്ടതല്ലേ? അതെല്ലാം മലയാളിക്ക് ഓർമ്മയുണ്ട് എന്ന്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞത് ഏകപക്ഷീയമല്ലെന്ന്, എല്ലാവർക്കും അതുണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഏകപക്ഷീയമായി ഈ ചർച്ചയെ കൊണ്ടുപോയിട്ടില്ല. എന്റെ ചോദ്യം സതീശൻ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ നിങ്ങളുടെ ക്ലാരിറ്റി വരുത്തിയില്ല മാത്രമേ. സതീശനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഒരു കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ടാണ് കേരളീയ സമൂഹത്തെ അദ്ദേഹം വഴിതെറ്റിക്കാൻ പരിശ്രമിക്കുന്നത്. അല്ലെന്ന് നിങ്ങൾ പൊതുവെ വെള്ളാപ്പള്ളിയെ മതതീവ്രവാദമായിട്ട് സന്ധി ചെയ്യാൻ പറ്റും. നിങ്ങൾ പൊതുവെ വെള്ളാപ്പള്ളി, നിങ്ങൾ ഏതൊക്കെ മത നേതാക്കൾക്കെതിരെ എത്ര കർശന വർത്തമാനം പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. രാഷ്ട്രീയ നിലപാട് എന്താണ് പറയുക? മത്തായി ചാക്കോ അന്ത്യകൂജാസ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ബിഷപ്പിനോട് അത്ര കഠിനമായ വാക്കുകൾ കൊണ്ട് വർത്തമാനം പറഞ്ഞ് രാഷ്ട്രീയ ഇടതുപക്ഷത്തെ നിഷാദിന് ക്വസ്റ്റ്യൻ അല്ല ഉള്ളത്. നിഷാദ് സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ മറുപടി പറയുക? നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറയാനിരിക്കുകയാണോ അതോ ഇതിന്റെ മീഡിയേറ്റർ ആയിട്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വി ഡി സതീശന്റെ നിലപാടിനെ ഇപ്പോൾ ഒന്ന് തെളിയിച്ച് കാണിക്കണം. മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. മതന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അലിഞ്ഞ പ്രശ്നമായത്. 10 വർഷമായിട്ട് ഈ കേരളം സമാധാനപരമായിട്ട് അവർ രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ. കർണാടകത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ സാർ? മുസ്ലിങ്ങൾക്ക് വടക്കേ ഇന്ത്യ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഈ കേരളത്തിൽ 10 വർഷമായിട്ട് ഏക്കാനയുടെ കാലത്ത് കിടന്ന് ഉറങ്ങിയോ? കെ കരുണാകരന്റെ കാലത്ത് കിടന്ന് ഉറങ്ങിയോ? എത്ര കാലം ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇതുവരെ പറയാത്ത തരത്തിലുള്ള പച്ചയായ മുസ്ലിം വിരുദ്ധ വർഗീയതയുമായിട്ട് ആൾക്കാർ ഇവിടെ റോന്തു ചുറ്റിയാണ്. ഒരാളില്ല തടയാൻ. ഒരു പ്രധാനപ്പെട്ട മുൻനിര നേതാവ് ഇറങ്ങി വന്നിട്ട് നോക്ക്, ഇവിടെ മലപ്പുറത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന കള്ളം എത്ര പേരത് വിഴുങ്ങിയിട്ടുണ്ടാവും? വർഗീയ വംശീയ വ്യാജങ്ങൾ പറഞ്ഞ് മനുഷ്യരെ കലാപത്തിന് കോപ്പുകൂട്ടുകയാണ്. ആ പരിപാടി ഈ കേരളത്തിൽ നടക്കില്ല എന്ന് ഉറപ്പോടെ പറയാൻ മുഖ്യധാരയിൽ നേതാവില്ല കേരളത്തിൽ. മുഖ്യ കാറ് കയറ്റുന്നതല്ല പ്രശ്നം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ വർത്തമാനത്തിന് ഒരു കേസില്ല. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ മനുഷ്യർക്കെതിരെ പറഞ്ഞ വംശീയ വർഗീയ വിദ്വേഷത്തിന് എതിരെ ഒരു കേസ് പോലും ഈ നാട്ടിലില്ല. അപ്പൊ ഈ കേരളത്തെ ഒരു വർഗീയ വിഭജന ഭൂമിയാക്കാൻ, കലാപ ഭൂമിയാക്കാൻ ഒരാൾ ഇറങ്ങി തിരിച്ചിരിക്കുമ്പോ അയാളോട് ഈ നാട്ടിലത് പറ്റില്ല എന്ന് പറയാൻ മാത്രം പോരാ. നിഷാദ് ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. പ്രവീൺ തൊഗാഡിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാ? നിഷാദ് കേരളത്തിൽ ഉമ്മൻചാണ്ടിയാണോ? പ്രവീൺ തൊഗാഡിയെ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തവരാണ്. സമീകരിക്കാൻ പരിശ്രമിച്ചല്ലോ. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തതാരാണ്? വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തതാരാണ്? രമേശ് ചെന്നിത്തല. നിങ്ങളെടുത്തോ? അവരാണ്. അത് മാത്രമല്ല, വേറെ പല കേസിലും ഇന്ത്യയുടെ ചരിത്രം എടുത്താലും അവരപ്പുറത്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളാണോ? നിങ്ങൾ വലിയ പെർഫെക്റ്റ് ഇടതുപക്ഷക്കാരല്ലേ? നിങ്ങൾ പെർഫെക്റ്റ് ഇടതുപക്ഷക്കാരല്ലേ? വെള്ളാപ്പള്ളി നടേശൻ RSSന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ വെള്ളാപ്പള്ളി കേസെടുത്തോ? രമേശ് ചെന്നിത്തല എടുത്തു. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിനെ ഇടതുപക്ഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ദുർവ്യാഖ്യാനിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ തെറ്റായി ധരിപ്പിച്ച് കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ കൈ കൊടുത്താൽ കർണാടകത്തിലെ പോലെ അവർ മതന്യൂനപക്ഷങ്ങളെ ഞാൻ വിചാരിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്. RSSന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി RSSന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. എനിക്ക് താങ്കൾക്ക് തർക്കമില്ലല്ലോ അതിനകത്ത്. വെള്ളാപ്പള്ളി പണിയെടുക്കുന്നത് RSSന് വേണ്ടിയാണ്. കാരണം പാർട്ടി ഉണ്ടാക്കി RSSനാണ് കൊടുത്തിരിക്കുന്നത്. മകന്റെ രാഷ്ട്രീയ ഭാവി സംശുദ്ധമാല ഭാവന എന്താ അങ്ങേറ്റം പരിപോഷിപ്പിക്കാൻ നിങ്ങളുടെ പൊസിഷൻ എന്താ? നിങ്ങളുടെ പൊസിഷൻ എന്താ? രമേശ് ചെന്നിത്തല
അപ്പൊ രമേശ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തു, നിങ്ങൾ എടുത്തോ? രമേശ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തു, നിങ്ങൾ എടുത്തോ? ഒരേ വിഷയത്തിൽ ബംഗാളിൽ BJP-യിലേക്ക് പോയതിന്റെ കണക്ക്, കേരളത്തിൽ CPM വിട്ട് BJP പോയ നേതാക്കൾ 1 ഡസൻ പേരുടെ കണക്ക് ഇവിടെ ഇപ്പോ പലതരത്തിലുള്ള ഹീറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഒപ്പം പിണറായി വിജയൻ ഭരണത്തിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടെന്ന് 2 തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ തോന്നുന്നു. അപ്പോഴാണ് ഇപ്പൊ KK ശൈലജയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിർത്തി ഈ മത്സര മുന്നണിയുടെ മുഖം ഒന്ന് ഡിഫറൻ്റ് ആക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. ഈ ഇളവുകളൊക്കെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകളിലൊക്കെ ഇളവ് വരുത്തിയിട്ട് അത് എന്തുമാത്രം ഇമ്പാക്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്? ഇല്ല, CPM-ന് അല്ലെങ്കിൽ LDF-ന് ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇപ്പോഴുള്ള പ്രതിച്ഛായയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിച്ഛായയിലേക്ക് പോയേ മതിയാകൂ. ഇത് ഇപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ജനപിന്തുണയുണ്ട് എന്ന് CPM നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയാം, കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ജനങ്ങൾക്ക് കുറേ കൂടി പ്രതീക്ഷ നൽകാവുന്ന ഒരു പ്രതിച്ഛായയിലേക്ക് പോകേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് 2 തവണയിലേറെ മത്സരിച്ചു എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട കുറേ നേതാക്കന്മാരുണ്ട്. അവരെ അത്തരം ആളുകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ, ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരാണ് എങ്കിൽ അവരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ട കാര്യം ഗോപൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പാർലമെൻ്ററി പ്രവർത്തനമല്ല പാർലമെൻ്ററേതര പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പണ്ട് കാലത്തിലെ താത്വികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDF-ന്, പ്രത്യേകിച്ച് CPM പോലുള്ള പാർട്ടികൾക്ക് വളരെ നിർണായകമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കിട്ടിയില്ല എങ്കിൽ അത് ആ പാർട്ടിയുടെ അംഗീകാരം, ദേശീയ തലത്തിൽ അംഗീകാരത്തിനെ പോലും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സീറ്റുകൾ നേടാൻ ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായില്ല, ഭരണ തുടർച്ച ഉണ്ടാക്കിയെടുക്കാൻ അതിന് പറ്റിയ യോഗ്യരായിട്ടുള്ള ആളുകളെ തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് തിരിച്ചടികളുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലമുണ്ട്. എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞാലും, അതായത് ഞങ്ങൾ വോട്ട് ഷെയറിൽ കാര്യമായുള്ള കുറവുണ്ടായിട്ടില്ല, ഞങ്ങളുടെ മാസ് ബേസിൽ ഒരു ഇടിവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ സീറ്റുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ, മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടം യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കുറേ കൂടി, ഇപ്പോൾ ശൈലജ ടീച്ചറെ കുറിച്ച് നേരത്തെ ബസന്ത് പറഞ്ഞ് അവർ കാര്യമായി അങ്ങനത്തെ വലിയ ആളൊന്നുമല്ല, അഴിമതി ഉണ്ടായിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ KK ശൈലജ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു വലിയൊരു ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കാവുന്ന, ഇപ്പം പറഞ്ഞു കേൾക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് LDF-ൻ്റെ മണ്ഡലമല്ല, UDF-ൻ്റെ മണ്ഡലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് മത്സരിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു മത്സരം കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ രംഗത്തിറങ്ങുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും, അതല്ലാതെ ഞങ്ങൾ കഴിഞ്ഞ തവണ നിർത്തിയതുപോലെ തന്നെ വളരെ യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇനിയും വരിക എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണ നിർത്തിയിട്ടുള്ള എത്ര പേർക്ക് ആ യോഗ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടതുണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പം കഴിവുള്ള ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഭരണരംഗത്ത് കുറേ കൂടി പ്രാഗൽഭ്യം തെളിയിക്കാൻ പറ്റുന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തീരുമാനമെടുത്താൽ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ LDF-ന് CPM-നൊക്കെ അത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി. വീണ്ടും വസന്ത് സിറിയക്ക് ഇപ്പോൾ VD സതീശൻ വന്ന് ആരെയും കാറിക്കയറ്റാൻ തെറ്റായ സന്ദേശം കൊടുക്കരുത്, വംശീയതയും വർഗീയതയും പറയുന്ന ആൾക്കാരെ നമ്മൾ പിന്തുണയ്ക്കരുത് എന്നൊക്കെ പറയുന്നു.
പക്ഷെ ഇത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് കാണാൻ പറ്റില്ലോ. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഈ നിലപാടില്ല. ആവർത്തിച്ച് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, അദ്ദേഹത്തെ എന്ത് ചെയ്താൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. KC വേണുഗോപാൽ, ഇതൊക്കെ ഈ മുഖ്യമന്ത്രി സ്പെക്കുലേഷനിൽ കേൾക്കുന്ന പേരാണല്ലോ, അവർക്കൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ഈ നിലപാട് VD സതീശന്റെ മാത്രം നിലപാടല്ലേ, പാർട്ടി നിലപാടല്ലല്ലോ. വേറെ എവിടെയും നിങ്ങൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞ് ഞാൻ കണ്ടില്ല. അല്ല, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് ശ്രീ ഗോപന് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആകമാനം CPM LDF നേതാക്കളും ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒരു സൈഡിൽ പറയും UDF അധികാരത്തിൽ വന്ന ഇതേ മുസ്ലിം ലീഗ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുവേ, അതായത് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രി വരുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ ഒരു ഭീഷണി, മറു സൈഡിൽ ഇതേ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും കിടക്കപ്പുറത്തി ഉണ്ടാവില്ലേ, ഞങ്ങളായിരുന്ന സമയത്താണ് ഇതെല്ലാം സമാധാനപൂർവ്വം പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു പേടിയുടെ രാഷ്ട്രീയം അത് കൃത്യമായി ഇൻജക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഒരു സൈഡിൽ ഇത്, മറു സൈഡിൽ മറ്റേത്. ഇന്ന് ശ്രീ ഗോപൻ നടത്തിയ ഒരു ഇൻജക്റ്റിംഗ് പരിപാടി, ഞങ്ങളായിരുന്നപ്പോഴാണ് സമാധാനത്തോടെ പലരും കടന്നുറങ്ങിയത്, അതായത് ഞങ്ങൾ പോയാൽ സമാധാനത്തോടു കൂടി കടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ശ്രീ ഗോപൻ, അധികം ഒന്നും പുറകോട്ട് ഞാൻ പോകുന്നില്ല, ചർച്ച തീരാറായല്ലോ. കഴിഞ്ഞ 2 മാസം, അതായത് ഡിസംബർ, ജനുവരി, നവംബർ മാസങ്ങളിൽ നിങ്ങളുടെ ഈ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്ന പിണറായി വിജയന്റെ ഭരണമുണ്ടല്ലോ, ആ ഭരണത്തിന്റെ കീഴിലാണ് സാർ പാലക്കാട്. നീ അഫ്ഗാനിസ്ഥാൻകാരനാണോ, നീ ബംഗാളിയാണോ എന്നൊക്കെ ചോദിച്ച്, ആ ചോദ്യത്തിന്റെ മുനയുടെ ഇപ്പുറത്ത് നീ മുസ്ലിമാണോ എന്ന് ചോദിച്ച് ഒരു പറ്റം പേർ ചേർന്ന് തല്ലിക്കൊന്നത് നിങ്ങളുടെ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്. ആ പാലക്കാട് മുതൽ കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം വരെ എത്തുന്നിടത്ത് ആകമാനം കരോളുമായി ഇറങ്ങിയ പാവപ്പെട്ട മനുഷ്യരെ, ക്രിസ്ത്യൻ വിശ്വാസികളെ, അവരെ ആകെ RSS വഴിയിലിട്ട് തള്ളിയത്, സംഘ് പരിവാർ പ്രവർത്തകർ ആകമാനം ആക്രമിച്ചതും അതേ ഈ നിങ്ങൾ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസിന്റെ സമയത്താണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് മര്യാദയ്ക്ക് കരോൾ കളിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞതും നിങ്ങളുടെ പോലീസിന്റെ മുമ്പിൽ നിന്നാണ്. എന്താ മര്യാദയ്ക്ക് എങ്ങനെയാണ് കരോൾ കളിക്കേണ്ടതെന്ന് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് BJP സംസ്ഥാന ഉപാധ്യക്ഷന്റെ ഓഫീസിൽ പോയി, മാരാർജി ഭവനിൽ പോയി പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഒരു വാക്കുമിണ്ട നാവനങ്ങാൻ പറ്റാത്തവരാണ് നിങ്ങൾ. അതായത് മോബ് ലിഞ്ചിങ് നടക്കുന്നത് നിങ്ങളുടെ കാലത്താണ്, കരോളിന് നേരെ ആക്രമണം നടക്കുന്നത് നിങ്ങളുടെ കാലത്താണ്. ഇന്ന് കണ്ണൂരിൽ CPM പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞൊരു ആദിവാസി സ്ത്രീക്ക് തൊഴിൽ നിഷേധിച്ചിട്ടുണ്ട്. മധു മുതൽ ആദിവാസികൾ അടങ്ങുന്ന അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും നടന്നത് നിങ്ങളുടെ പോലീസിന്റെ കാലത്താണ്. എന്തുകൊണ്ടാണ് അത് നടക്കുന്നതെന്ന് അറിയാമോ? സഖാവ് ആനി രാജേന്ദ്രൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിണറായി പോലീസിൽ RSSന്റെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, RSS കടന്നു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് സഖാവ് ആനി രാജയാണ്. അത് ശരിയാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഈ ഇന്ത്യൻ ഭരണഘടനയെ തച്ചു തകർക്കണം. അദ്ദേഹം പഴയ കഥകളൊക്കെ പറഞ്ഞു, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെ തച്ചു തകർത്ത് അതിന്റെ പ്രിയാമ്പിളിൽ ഇന്ദിരാഗാന്ധി എഴുതി ചേർത്ത സെക്യുലറിസം എന്ന വാക്കെടുത്തു മാറ്റി ഇതൊരു ഹിന്ദുത്വ രാജ്യമാണ്, ഹിന്ദു രാജ്യമല്ല, ഹിന്ദുത്വ രാജ്യമാണ് എന്ന് എഴുതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട ആളുടെ പേര് ദത്താത്രേയ ഹൊസബുള്ളെ. RSSന്റെ വൈസ് ക്യാപ്റ്റനാണ് രാജ്യത്ത് ഇപ്പോൾ. പഴയ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ RSSന്റെ വൈസ് ക്യാപ്റ്റൻ ദത്താത്രേയ ഹൊസബുള്ളയെ രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് കാണാൻ പോയ ആളുടെ പേര് ADGP അജിത് കുമാർ, നിങ്ങളുടെ പോലീസിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ്. അയാളെ പറഞ്ഞു വിട്ടത് ആരാണ് എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് പിണറായി പോലീസ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ നേരത്തെ പിണറായി പോലീസിന്റെ ഒരു സൈഡിൽ മുഴുവൻ കാവ്യവൽക്കരണം നടന്നു. കാക്കിയല്ല കാവ്യാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായ അതായത് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളിപ്പോ ഈ പറയുന്ന വലിയ ഹീറ്റഡ് എന്താ പറയാ, ഈ മത സാമുദായിക സംഘങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, അങ്ങനത്തെ ഉള്ള സംഗതികൾ അങ്ങനെ വ്യാപകമായി കേൾക്കുന്നില്ല. എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് വന്നപ്പോൾ മൊത്തത്തിലൊന്ന് ഡീവിയേറ്റ് ചെയ്താണ് വിഷയങ്ങൾ. CPM തന്നെ അതിനകത്ത് കുറച്ച് ഡൗൺ പ്ലേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത് കുറച്ച് പരിധി വിടുന്നു, സംഗതികൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? എന്താണ്? തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ തന്നെ നമുക്കറിയാമല്ലോ. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF ഐക്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ട് ചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള ചോദ്യം വരുന്നത് നിങ്ങൾ ഇന്ന സമയത്ത് കൂടിയില്ല. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണിത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവരൊരു പഴയ രീതിയിലുള്ള ഒരു രീതിയിലല്ല ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത കാലത്ത് മുജീബ് റഹ്മാനാണ്. മുജീബ് റഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന്. അതായത് മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്. അമീർ തന്നെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ
VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കാര്യം പറയുന്നത്. ഇനി ജമാഅത്തെ ഇസ്ലാമി എന്തായാലും അതൊരു സാമുദായിക സംഘടനയാണ്. ഇവിടെ ഇപ്പോൾ വോട്ടുമായിട്ട് ധാരണയുണ്ടാക്കുന്നത് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ ഘടകമാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇവിടെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുമായിട്ട് കൂട്ടുചേരുന്നതിൽ തെറ്റില്ല. മാത്രമല്ല ആരുടെ വോട്ടും സത്യത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്നല്ല രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും പറയേണ്ടത്. ആരുടെ വോട്ടാണെങ്കിലും വാങ്ങി ജയിച്ച് എതിരാളികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അനാവശ്യമായിട്ട് ഇവിടെ ചർച്ച നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചടിക്കും. അപ്പം അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഇത് വല്ലാതെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടി അത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ LDF ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. ആഗ്രഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല. കാരണം ഇത് പറഞ്ഞ വായിൽ എന്താണ് സ്വന്തം പല്ല് കുത്തിയിട്ട് മണപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അതേപോലെ ആവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരി. അല്ല, ശ്രീ ഗോപൻ, അത് പരിധി വിട്ട് വികസിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം പാർട്ടിക്കകത്തുണ്ടോ? നിഷാദെ, ശുദ്ധ അസംബന്ധമാണ് രാത്രി വന്നിരുന്ന് പലരും ഇവിടെ വിളമ്പുന്നത്. അതായത് രമേശ് ചെന്നിത്തല തന്നെ ഞാനാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കാറിൽ കയറ്റും. നിങ്ങളെന്താ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ചർച്ച സംഘടിപ്പിക്കാത്തത്? ഇവിടെ TP സെൻകുമാർ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുകയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്തപ്പോഴല്ലേ പിന്നെ RSS നടത്തിയിട്ടുള്ള കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള അവരുടെ കേസ് പിൻവലിച്ചു കൊടുത്തത്? പ്രവീൺ തോഗാടി ഇവിടെ വന്ന് എടുത്ത കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടിയല്ലേ? ഇനി ശ്രീ വസന്തിന് ഏറ്റവും അടുത്ത് നോക്കാൻ പറ്റില്ലേ? ഇപ്പൊ കോൺഗ്രസ് അല്ലേ കർണാടകം ഭരിക്കുന്നത്? 80% മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കൂട്ടമായ പ്രദേശത്ത് നിന്ന് അവരെ അർദ്ധരാത്രിയിൽ ഇറക്കി വിട്ട് അവസാനം അവർക്ക് വീടും കുടിയില്ലാതെ കിടക്കുമ്പോൾ 5 ലക്ഷം രൂപ തന്നാൽ വീട് തരാമെന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ തൊട്ടടുത്തല്ലേ? ഈ കേരളത്തിലെ മൈനോറിറ്റിക്ക് അത് ബോധ്യപ്പെടത്തില്ലേ? ഞാൻ പറഞ്ഞത് 9-10 കൊല്ലമായി ഇവിടെ വർഗീയ വിളയാട്ടമില്ലാത്തൊരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചതിന്റെ കാരണം മതനിരപേക്ഷ നിലപാടാണ്. വർഗീയ സംഘടനകൾക്ക് സ്വാധീനമില്ലാത്ത സർക്കാർ ഉള്ളത് കൊണ്ടാണ്. ആ നിലപാടാണ് പറഞ്ഞത്. ഷോൺ ജോർജ് പ്രസംഗിച്ചിട്ട് വീട്ടിൽ പോയിരുന്നേ വസന്തേ. ഷോൺ ജോർജ് കരോള് നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ വീട്ടിൽ പോയിരുന്നത്. ഇവിടെ കരോള് നടത്തുകയും ചെയ്തു. അയാളൊരു പ്രസംഗം നടത്തിയാൽ RSSകാർ പ്രസംഗം നടത്തിയാൽ ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കണം. വെള്ളാപ്പള്ളി നടത്തിയ പിണറായി ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ VD സതീശൻ പ്രസംഗം നടത്തിയാലും പിണറായി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? നാട്ടിൽ ആര് വൃത്തിയോട് പറഞ്ഞാലും അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ഏറ്റെടുക്കണം. എന്തെടുക്കണം? വെള്ളാപ്പള്ളി കേസ് എടുക്കേണ്ട വർത്തമാനം പറയുന്നില്ലേ? വെള്ളാപ്പള്ളി കേസ് എടുക്കേണ്ട വർത്തമാനം പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര കേസിന്റെ തെളിവാ വേണ്ടുന്നത്? വെള്ളാപ്പള്ളി കേസ് എടുക്കേണ്ട വർത്തമാനം പറയുന്നുണ്ടോ? കേസ് എടുക്കേണ്ട വർത്തമാനം വെള്ളാപ്പള്ളി പറയുന്നുണ്ടോ? വെള്ളാപ്പള്ളി സാർ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാ. CPM-ഉമായിട്ട് നാഭീനാള ബന്ധം പോലും ആ സമുദായ സംഘടനയ്ക്കില്ല. അതിനകത്തുള്ളൊരു CPM കാണും, അതിനകത്തുള്ളൊരു കോൺഗ്രസിലും BJP-യിലും കാണും. പക്ഷേ SNDP യോഗം എന്ന് പറഞ്ഞ പ്രത്യേക സമുദായ സംഘടനയാണ്. അത് വേറൊരു സംഘടനയാണ്. അത് CPM-ന്റെ ഉത്തരവാദിയല്ല. ഒരു മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അതാണ് രാഷ്ട്രീയമായ നിലപാടെങ്കിൽ ഈ RSSന്റെ വോട്ട് വാങ്ങിക്കാൻ പോയ ആളിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾക്ക് വിളക്ക് എത്തിച്ചതിന് പേര് പരാതിയില്ല. RSSന്റെ കൂടാരത്തിലേക്ക് ആളുകളെ വിട്ടുകൊടുക്കുന്നതിന് നിങ്ങൾക്ക് പരാതിയില്ല. ജയിപ്പിക്കുന്ന ആളുകളെല്ലാം അങ്ങോട്ട് വിൽക്കുന്നതിന് നിങ്ങൾക്ക് പരാതിയില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം ആഭ്യന്തരമന്ത്രിയിൽ വരുമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ആഭ്യന്തരമന്ത്രിയാവുന്നതാണോ പ്രശ്നം? ഈ മന്ത്രിസഭയിൽ എത്ര പേരുണ്ട് അങ്ങനെയുള്ളവർ? ആഭ്യന്തര വകുപ്പിൽ മാത്രം സ്വാധീനം, വേറെ എവിടെ സ്വാധീനം ഉണ്ടാവില്ലേ? ജമാഅത്ത് ഇസ്ലാമിക്ക് ആഭ്യന്തര വകുപ്പിൽ മാത്രം സ്വാധീനം, അവർക്ക് കൃഷി വകുപ്പിൽ സ്വാധീനം ഉണ്ടാവില്ലേ? എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് ആഭ്യന്തര വകുപ്പിൽ മാത്രം സ്വാധീനം? എന്ത് നിലപാടാ കാര്യത്തിലുള്ളത്? അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് ഈ ആഭ്യന്തര വകുപ്പിൽ മാത്രം സ്വാധീനം എന്ന് ചോദിക്കാൻ? ക്ഷീര വികസന വകുപ്പിലൊന്നും സ്വാധീനം ഉണ്ടാവില്ല? അല്ല, അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ ആ പ്രസ്താവനയെ തന്നെ വളച്ചൊടിച്ചാണല്ലോ പറഞ്ഞത്. അതിനെ കൊണ്ടുവന്ന് ആവശ്യമില്ലാതെ വളച്ചൊടിക്കുകയാണല്ലോ. എന്തിനാ ന്യൂനപക്ഷ സമുദായത്തെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ന്യൂനപക്ഷ സമുദായത്തിനിടയിലുള്ള ഞങ്ങളുടെ അപ്പീൽ തകർക്കാൻ നോക്കേണ്ടതില്ല എന്നാണ് CPM പറയുന്നത്. CPM-ന് മുസ്ലിം സമുദായത്തിനകത്തുള്ള വിശ്വാസതയും ട്രസ്റ്റും ഇല്ലാതാക്കാൻ, CPM-ന് മുസ്ലിം സമുദായത്തിനകത്തുള്ള ട്രസ്റ്റ് ഇല്ലാതാക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ പറ്റില്ല എന്നാണ് താങ്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത്.
രാജ്യത്തെ മുഴുവൻ minority എന്ന് അത് ഇലക്ഷനാണ് തീരുമാനിക്കുന്നത്. ഞാനത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സി ഗോപൻ, വസന്ത്, സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു.